ഒരു സ്വർണ്ണക്കടലാസ് സ്വർണം തീയിലിടുന്നതുകൊണ്ടാണ്. അത് അകലെ അശുദ്ധികൾ നീക്കം ചെയ്ത് ശുദ്ധമാക്കാനാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. പകരം അവ വിശ്വാസ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ലോകീയ ആസക്തികൾ നീക്കം ചെയ്ത് നിങ്ങളെ ശുദ്ധ സ്വർണമാക്കാനാണ്. ദൈനംദിന ധ്യാനം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷ ക്ഷമതയെ പ്രവർത്തിപ്പിക്കുന്നു എന്നത് അറിഞ്ഞുകൊള്ളുവിൻ. യാക്കോബ് 1:3. ദൈവത്തിന്റെ എല്ലാ മക്കൾക്കും ഒരാത്മീയ പരീക്ഷയുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ പരീക്ഷയാണ്. പരീക്ഷ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തീയിൽ സ്വർണം ശുദ്ധീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷ തീയിൽ പരീക്ഷിക്കപ്പെടുന്ന നശിച്ചു പോകുന്ന സ്വർണത്തേക്കാൾ വിലയേറിയതായിട്ടാണ് അത് കണ്ടെത്തപ്പെടും. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രശംസയ്ക്കും ബഹുമാനത്തിനും മഹത്വത്തിനും വേണ്ടി. 1 പത്രോസ് 1:7. അതിനാൽ ദൈവത്തിന്റെ മകന്റെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകൾ യാദർച്ഛികമല്ല. അവ ദൈവം അനുവദിച്ച പരീക്ഷകളാണ്. ഒരു സ്വർണ്ണക്കച്ചവടക്കാരൻ സ്വർണം തീയിലിടുന്നതെന്ന ഒന്നാണ്. അത് അതിനുള്ളിലെ അശുദ്ധികൾ നീക്കം ചെയ്ത് ശുദ്ധമാക്കാനാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാനല്ല. പകരം അവ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ലോകീയ ആസക്തികൾ നീക്കം ചെയ്ത് നിങ്ങളെ ശുദ്ധ സ്വർണമാക്കാനാണ്. അതിനാൽ ദൈവം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന തീയെ ഭയപ്പെടേണ്ടതില്ല. പ്രിയരെ, നിങ്ങളെ പരീക്ഷിക്കാൻ വരുന്ന തീ പരീക്ഷയെ അത്യന്തം അപൂർവമായ ഒന്നെന്ന് കരുതേണ്ടതില്ല. പകരം നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളികളാകുന്നതുകൊണ്ട് സന്തോഷിക്കൂ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യന്തം സന്തോഷത്തോടെ ആഹ്ലാദിക്കാനായി. 1 പത്രോസ് 4:12-13. ശുദ്ധീകരണം നമ്മിൽ ക്ഷമ എന്ന ദൈവിക സ്വഭാവം ഉളവാക്കുന്നു. ഈ പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയെ ഉളവാക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇത് നമുക്ക് ആത്മീയ പരിശീലനമാണ്. ഒരു കായികതാരൻ ശക്തി നേടാൻ തന്റെ ശരീരത്തെ പരിശീലനം കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ ആത്മീയ മനുഷ്യൻ പരീക്ഷണങ്ങളിലൂടെ ആത്മീയ സ്ഥിരത നേടുന്നു. ഇവിടെ ക്ഷമ എന്നത് കൈമടക്കിയിരുന്ന് ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്നതല്ല. പകരം ഭാരമേറിയ ഒരു ചുമട് ചുമന്ന് അത് വീഴാതെ ഉറച്ചു നിൽക്കുന്നത് പോലെയാണിത്. വലിയ സമ്മർദ്ദത്തിനടിയിലും തളരാതെ പിന്മാറാതെ ഉറച്ചു നിൽക്കാനുള്ള ശേഷിയാണ് ക്ഷമ. ക്ഷമയില്ലാതെ ആത്മീയ പക്വതയിലേക്ക് എത്താൻ കഴിയുക. ഇന്ന് പലരും അനുഗ്രഹങ്ങൾ മാത്രം അന്വേഷിക്കുകയാണ്. പക്ഷെ ദൈവം നമ്മിൽ നിന്ന് പക്വതയാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കരുതിയതുപോലെ ഉടൻ സംഭവിക്കാറില്ല. ഉടൻ തന്നെ നമ്മൾ നിരാശരായി പിരിയലോടെയാണ് കാണപ്പെടുന്നത്. പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിൽ വൈകുന്നതും ഈ ക്ഷമ നമ്മിൽ വളർത്താനാണ്. അതിനാൽ പ്രശ്നങ്ങൾ വന്നാൽ ഉടൻ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ടതില്ല. പക്ഷെ അതിനു പകരം ഈ സമ്മർദ്ദത്തിലൂടെ ദൈവമേ, നീ എന്നെ പഠിപ്പിക്കാൻ പോകുന്ന ആത്മീയ പാഠം എന്താണ് എന്ന് ചോദിക്കൂ. ദൈവത്തോടുള്ള മനസാക്ഷിക്കായി ഒരാൾ അന്യായമായി ദുഃഖം സഹിക്കുമ്പോൾ അതാണ് ദൈവത്തിന് പ്രസാദകരമായത്. 1 പത്രോസ് 2:19. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളൊക്കെയും കൂടെ ഇരിക്കട്ടെ. അതെ.